ഈ എയിംസ് കൂടാതെ ഏതൊക്കെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വേക്കൻസി ഉള്ളത് ആ കാര്യങ്ങൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നു. ഭാവിയിൽ ഏത് എക്സാം എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഉറപ്പായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്ന പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് നടക്കും നമ്മൾ പുതിയ എയിംസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു കാര്യം കൂടെ ഓർത്തിട്ട് വേണം. അവിടെ പോയി കഴിഞ്ഞാൽ കേരളം എന്നേ തോന്നത്തുള്ളൂ. ഒരുപാട് മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. നിങ്ങളൊക്കെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്ലൈറ്റിലേ പോകത്തുള്ളൂ കേട്ടോ. ഉറപ്പായിട്ട് പോവുക. എയിംസ് ഡൽഹിയാണ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആക്ച്വലി ഒരു അവയർനെസ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ എയിംസ് നോർസെറ്റ് 8 അല്ലേ, അതായത് നഴ്സിംഗ് ഓഫീസറിന്റെ സെലക്ഷൻ എക്സാം ആണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അതിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ടില്ല, ഇപ്പോഴും ഓപ്പൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ് ചെയ്യുക. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇപ്പം വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് 1794 വേക്കൻസീസ് ആണ് ഈ നോർസെറ്റ് 8 വഴി ഫില്ല് ചെയ്യുക. ഇത് ആക്ച്വലി മിനിമം വേക്കൻസി ആണ്. ഇതിൽ കൂടുതൽ പോസ്റ്റുകൾ ഫില്ല് ചെയ്യപ്പെടാം. അപ്പോൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നോർസെറ്റ് 8 എക്സാം എഴുതുന്നവര്, കൂടാതെ ഇതിന് ഭാവിയിൽ നോർസെറ്റ് 9 വരും, 10 വരും, 11 വരും. അപ്പൊ ഭാവിയിലെ എക്സാം എഴുതാൻ ഉള്ളവരും നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണുക. കാരണം ഇതിൽ ആക്ച്വലി വേക്കൻസിയുടെ ഡീറ്റെയിൽസ് മാത്രമല്ല, നമുക്ക് ഓൾറെഡി ഇപ്പം ഏകദേശം 20ഓളം എയിംസ് ഉണ്ട് അല്ലെ, ഏകദേശം 20ഓളം എയിംസ് ഉണ്ട്. അപ്പോൾ ആ എയിംസിന്റെ എല്ലാം ലൊക്കേഷൻ, ഓരോ എയിംസിന്റെയും ലൊക്കേഷൻ എവിടെയാണ് വരിക, അതോടൊപ്പം തന്നെ അതിന്റെ കണക്ടിവിറ്റി എങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ട്രെയിനിന്റെ കണക്ടിവിറ്റി, ഫ്ലൈറ്റിന്റെ കണക്ടിവിറ്റി എങ്ങനെയാണ്, ഏത് രീതിയിലാണ് എത്തപ്പെടുക, ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എയിംസ് നോർസെറ്റ് എക്സാം എഴുതാൻ, അതായത് ഈ 8 മാത്രമല്ല, ഇനി ഭാവിയിൽ ഏത് എക്സാം എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഉറപ്പായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ സമയം കളയാതെ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ 1794 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോർസെറ്റ് വഴി എയിംസിലേക്ക് മാത്രമല്ല സെലക്ഷൻ, അത് ഞാൻ ഈ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യാം. എയിംസിലെ സെലക്ഷൻ മാത്രമല്ല, പല സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഉള്ള വേക്കൻസീസും ഫില്ല് ചെയ്യപ്പെടുക ഈ നോർസെറ്റ് എക്സാം വഴിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി ഏതൊക്കെ സെൻട്രൽ എയിംസ് കൂടാതെ ഏതൊക്കെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വേക്കൻസി ഉള്ളത് ആ കാര്യങ്ങൾ കൂടി നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പോവുക എയിംസ് ഡൽഹിയാണ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എയിംസ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. അത് ഏറ്റവും ആദ്യം സ്ഥാപിക്കപ്പെട്ട അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത എയിംസ് ആണ് എയിംസ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. എത്ര വേക്കൻസീസ് ആണ് വരുന്നത്? വേക്കൻസീസ് 202 വേക്കൻസീസ് ആണ് വരിക. അപ്പൊ അറിയാം, നമ്മുടെ രാജ്യ തലസ്ഥാനമാണ്, വളരെ നല്ലൊരു ക്യാപിറ്റൽ സിറ്റി ആണ്. അപ്പോ അവിടുത്തെ വേക്കൻസീസ് 202 വേക്കൻസീസ് ആണ് വരിക. ഇതിന്റെ കണക്ടിവിറ്റി എങ്ങനെയാണ്? നമുക്ക് കേരളത്തിൽ നിന്ന് എല്ലാ ദിവസവും ന്യൂഡൽഹിയിലേക്ക് ട്രെയിൻ ഉണ്ടല്ലേ. ഇപ്പം ആക്ച്വലി നിങ്ങളൊക്കെ ഈ നഴ്സിംഗ് ഓഫീസറൊക്കെ ആയി കഴിഞ്ഞാൽ ട്രെയിനിലൊന്നും ആയിരിക്കില്ല കേട്ടോ പോവുക, ഫ്ലൈറ്റിൽ തന്നെ ആയിരിക്കും പോവുക. അത് നമുക്ക് കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട എല്ലാ എയർപോർട്ടിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റും അവൈലബിൾ ആണ്. ഒരു ഫ്ലൈറ്റിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഫ്ലൈറ്റിന്റെ ജേർണി ടൈം എന്ന് പറയുന്നത് ഒരു 3 to 4 hours ആയിരിക്കും. ഇപ്പൊ ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിലും കൊച്ചിയിൽ നിന്നാണെങ്കിലും കോഴിക്കോട് നിന്നൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. കൂടാതെ എല്ലാ മേജർ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിനും ഡെയിലി അവൈലബിൾ ആണ്. അപ്പം നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ന്യൂഡൽഹി എയർപോർട്ട് തന്നെയാണ്. അതിന്റെ ഡിസ്റ്റൻസ് വരിക 12.5 കിലോമീറ്റർ ആണ് ന്യൂഡൽഹി എയർപോർട്ടിൽ നിന്ന് നമ്മുടെ എയിംസ് ന്യൂഡൽഹിയിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. കൂടാതെ ട്രെയിനിലാണ് ഇനി പോകാൻ താല്പര്യമുള്ളത്, അതായത് നിങ്ങൾക്ക് സ്ഥലമൊക്കെ കണ്ടുപോകണം അല്ലെങ്കിൽ യാത്ര കുറച്ച് എൻജോയ് ചെയ്ത് പോകണം എന്നുള്ളവർക്ക് നമുക്ക് ട്രെയിനിൽ വേണമെങ്കിലും പോകാം. ആക്ച്വലി 2 റൂട്ടാണ് നമുക്ക് ട്രെയിനിൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. അതായത് ഒന്ന് കൊങ്കൺ റൂട്ട് വളരെ മനോഹരമായ റൂട്ടാണ്. ഞാൻ പല പ്രാവശ്യം പോയിട്ടുള്ള റൂട്ടാണ്. കൊങ്കൺ റൂട്ട് വഴി നിങ്ങൾക്ക് പോകാം. അതായത് നമ്മുടെ രാജധാനി എക്സ്പ്രസ് ഒക്കെ കൊങ്കൺ വഴിയാണ് പോവുക, അതുവഴി പോകാം. അത് കൂടാതെ തന്നെ അല്ലെങ്കിൽ ആന്ധ്ര കവർ ചെയ്തിട്ട് പോകാം. ആന്ധ്ര കവർ ചെയ്തിട്ട് ഏകദേശം ഒരു ദിവസത്തോളം ആന്ധ്ര ഫുള്ള് കണ്ടായിരിക്കും ആന്ധ്ര വഴി പോകുന്നത്. അതായത് നമ്മുടെ കേരള എക്സ്പ്രസ് പോലുള്ള ട്രെയിനൊക്കെ പോവുക. അപ്പം ട്രെയിനിലാണ് പോവുകയെങ്കിൽ ഏകദേശം ഒരു 3 ദിവസം, അതായത് ഒരു 38 മണിക്കൂർ അല്ലെങ്കിൽ 40 മണിക്കൂറോളം എടുക്കും നമുക്ക് ഡൽഹിയിൽ എത്തിച്ചേരാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ആദ്യമൊക്കെ കുറച്ചൊക്കെ ട്രെയിനിൽ പോകും, അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഫ്ലൈറ്റ് കണക്ടിവിറ്റി തന്നെ ആയിരിക്കും ഉറപ്പായിട്ട് നോക്കുക. അപ്പം ഡെയിലി 2-3 ഫ്ലൈറ്റ് നമ്മുടെ മിക്കവാറുമുള്ള എല്ലാ മെയിൻ ആയിട്ടുള്ള എയർപോർട്ടിൽ നിന്നും അവൈലബിൾ ആണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ എയിംസ് ന്യൂഡൽഹിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരിക 11 കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പം വേക്കൻസീസ് മറക്കണ്ട, 202 വേക്കൻസീസ് ആണ് എയിംസ് ന്യൂഡൽഹിയിലുള്ളത്.
നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് എയിംസ് പട്ന. എയിംസ് പട്ന അറിയാം എന്താണ്? എയിംസ് പട്ന ബീഹാറിലാണ് വരിക അല്ലെ? ബീഹാറിലാണ് എയിംസ് പട്ന വരിക. വേക്കൻസീസ് 308 വേക്കൻസീസ് ആണ്. കണക്ടിവിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം എയർപോർട്ടും ഡിസ്റ്റൻസ് ഫ്രം റെയിൽവേ സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ പട്ന എയർപോർട്ട് അവൈലബിൾ ആണ് 9 കിലോമീറ്റേഴ്സ് ആണ്. അതായത് എയിംസിൽ നിന്ന് പട്ന എയർപോർട്ടിലേക്ക് 9 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ പട്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ആണ് എയിംസ് പട്നയിലേക്ക് വരിക. മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എയിംസ് ഗുവാഹട്ടി. ഗുവാഹട്ടി അറിയാം അല്ലേ? നമ്മുടെ ആസാമാണ്. അതായത് വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മുടെ ആസാം അല്ലെങ്കിൽ ഗുവാഹട്ടി എന്ന് പറയുക. അവിടുത്തെ വേക്കൻസി പറയുന്നത് 150 വേക്കൻസീസ് ആണ് പറയുക. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 3 ഫ്ലൈറ്റ് ഗുവാഹട്ടി കൽക്കട്ട വഴി ഗുവാഹട്ടി പോകുന്ന ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. ട്രെയിൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഡൽഹിക്ക് നമുക്ക് 3 ദിവസം പറയുകയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ 4-5 ദിവസമൊക്കെ എടുത്തായിരിക്കും നമ്മൾ ഗുവാഹട്ടി ട്രെയിനിൽ പോവുകയാണെങ്കിൽ എത്തുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളൊന്നും ട്രെയിനിൽ പോവില്ല, കാരണം 1 ലക്ഷം രൂപയോളം കയ്യിൽ മാസം ശമ്പളം കിട്ടുന്നവരാണ് ഫ്ലൈറ്റിലൊക്കെ പോകത്തുള്ളൂ. അപ്പൊ ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്ന് 25 കിലോമീറ്റർ, കൂടാതെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 27 കിലോമീറ്റർ ആണ് നമ്മുടെ എയിംസ് ഗുവാഹട്ടിയിലേക്ക് വരിക. അടുത്തതായിട്ട് പറയുന്നത് ഇത് ആക്ച്വലി ഒരു എയിംസ് അല്ല, ഇത് CAPFIMS, അതായത് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് മൈതാൻ ഗാർഹി. ഇത് ന്യൂഡൽഹിയിലാണ്. അപ്പൊ ന്യൂഡൽഹി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്യാപിറ്റൽ, നമ്മുടെ രാജ്യ തലസ്ഥാനമാണ്. ഈ CAPFIMS-ലും 300 വേക്കൻസീസ് ആണ് ഇപ്പോൾ ഈ നോർസെറ്റ് വഴി ഫില്ല് ചെയ്യപ്പെടുക. ഡിസ്റ്റൻസ് വരിക ന്യൂഡൽഹി എയർപോർട്ടിൽ നിന്ന് 18 കിലോമീറ്റർ, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 23 കിലോമീറ്റർ ആണ് വരിക. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് എയിംസ് ബതിണ്ട ആണ്. ബതിണ്ട എവിടെയാണ്? ബതിണ്ട പഞ്ചാബിലാണ് കേട്ടോ. പഞ്ചാബിലാണ് എയിംസ് ബതിണ്ട വരിക. വേക്കൻസീസ് വരുന്നത് 96 വേക്കൻസീസ് ആണ് വരിക. കണക്ടിവിറ്റി അവിടെ ആക്ച്വലി നമുക്ക് എയർപോർട്ട് വരുന്നത് ചണ്ഡീഗഡ് അമൃത്സർ ആണ്. ആക്ച്വലി മെയിൻ ആയിട്ടുള്ള എയർപോർട്ട് വരിക ചണ്ഡീഗഡ് ആണ്. കൂടാതെ അല്ലെങ്കിൽ അമൃത്സർ ഉണ്ട്, കൂടാതെ ബതിണ്ട ഉണ്ട്. അപ്പോൾ മെയിൻ എയർപോർട്ട് വരിക ചണ്ഡീഗഡ് ആണ്. 186 കിലോമീറ്റർ ഉണ്ട്. അമൃത്സറിൽ നിന്നാണെങ്കിൽ 167 കിലോമീറ്റർ. അമൃത്സർ വളരെ നല്ല സ്ഥലമാണ്. കൂടാതെ തന്നെ ബതിണ്ട എയർപോർട്ട് തന്നെയുണ്ട്, 5 കിലോമീറ്റർ ആണ്. കൂടാതെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ബതിണ്ട കാന്റ് ഉണ്ട്, 7 കിലോമീറ്റർ ആണ് നമ്മുടെ എയിംസ് ബതിണ്ടയിൽ നിന്ന് വരുന്ന ഡിസ്റ്റൻസ് വരിക. അടുത്ത് നമ്മൾ പോകുന്നത് എയിംസ് നാഗ്പൂർ ആണ് കേട്ടോ. എയിംസ് നാഗ്പൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മധ്യഭാഗത്ത് വരുന്ന ഒരു സ്ഥലമാണ് നാഗ്പൂർ എന്ന് പറയുക. നാഗ്പൂർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആന്ധ്ര വഴി പോകുന്ന എല്ലാ ട്രെയിനും നാഗ്പൂർ ടച്ച് ചെയ്തിട്ടായിരിക്കും പോവുക. പ്രത്യേകിച്ച് നമ്മുടെ കേരള എക്സ്പ്രസ് ഡെയിലി ഉള്ളതാണല്ലോ. ട്രിവാൻഡ്രം മുതൽ ഡൽഹി വരെ പോകുന്ന ഡെയിലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രെയിൻ ആണ് കേരള എക്സ്പ്രസ് എന്ന് പറയുക. സോ ഇതുപോലെ കേരള എക്സ്പ്രസ് നാഗ്പൂർ വഴിയാണ് പോവുക. അവിടുത്തെ വേക്കൻസി എത്രയാണ് വരിക? 95 വേക്കൻസി ആണ് വരിക. എയർപോർട്ടാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് 7 കിലോമീറ്റർ ആണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ 17 കിലോമീറ്റർ ആണ് നമ്മുടെ എയിംസ് നാഗ്പൂരിലേക്ക് ഡിസ്റ്റൻസ് വരിക. അടുത്ത എയിംസ് ദിയോഗഡ്. എയിംസ് ദിയോഗഡ് വരിക എവിടെയാണ്? ജാർഖണ്ഡിലാണ് എയിംസ് ദിയോഗഡ് വരിക. വേക്കൻസീസ് പറയുന്നത് 84 വേക്കൻസീസ് ആണ്. ഫ്ലൈറ്റ് കണക്ടിവിറ്റി അവൈലബിൾ ആണ്. ദിയോഗഡ് എയർപോർട്ട് തന്നെയുണ്ട്. 20 കിലോമീറ്റർ ആണ് എയിംസിൽ നിന്ന് ദിയോഗഡ് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരിക. അതുപോലെ തന്നെ ട്രെയിൻ, അതായത് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ രോഹിണി, ജാർഖണ്ഡിലെ രോഹിണി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ആണ് നമ്മുടെ എയിംസ് ദിയോഗഡിലേക്ക് വരിക. അടുത്ത നമ്മൾ പോകുന്നത് എയിംസ് ഗോരഖ്പൂർ ആണ്. ഗോരഖ്പൂർ അറിയാം അല്ലെ? UP ആണ് എയിംസ് ഗോരഖ്പൂർ വരിക. അപ്പൊ നമുക്ക് ആക്ച്വലി ഇവിടെ നിന്നൊക്കെ ട്രിവാൻഡ്രം ഗോരഖ്പൂർ രപ്തി സാഗർ എക്സ്പ്രസ് ഒക്കെ ഉള്ളതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ അവിടുത്തെ വേക്കൻസീസ് വരിക 62 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡിസ്റ്റൻസ് പറയുന്നത് ഗോരഖ്പൂർ എയർപോർട്ട് ഉണ്ട്. എയർപോർട്ടിൽ നിന്ന് 5 കിലോമീറ്റർ ആണ് വരിക. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ ഏകദേശം 3 കിലോമീറ്റർ ആണ് എയിംസ് ഗോരഖ്പൂരിലേക്ക് വരിക. നെക്സ്റ്റ് വരുന്നത് CNCI കൊൽക്കത്ത, അതായത് ചിത്തരഞ്ജൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 61 വേക്കൻസീസ് ആണ്. ഇത് നമ്മുടെ കൊൽക്കട്ടയാണ് ഡിസ്റ്റൻസ് പ്ലേസ് വരിക. ഷാലിമാർ എക്സ്പ്രസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ട്രിവാൻഡ്രം ഷാലിമാർ എക്സ്പ്രസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഇതൊക്കെ എവിടെ എത്തുക? കൽക്കട്ടയിലായിരിക്കും എത്തുക. നമ്മുടെ പുരാതനമായ ഒരു സിറ്റിയാണ് കൽക്കട്ട എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാം, അവിടുത്തെ സ്ഥലമൊക്കെ കാണാം. വളരെ മനോഹരമായ സ്ഥലമാണ്. സോ അതിന്റെ ഡിസ്റ്റൻസ് വരുന്നത് എയർപോർട്ടിൽ നിന്ന് 25 കിലോമീറ്റർ ആണ്. കൂടാതെ റെയിൽവേ സ്റ്റേഷൻ, കൊൽക്കട്ട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 18 കിലോമീറ്റർ ആണ് CNCI അതായത് ചിത്തരഞ്ജൻ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കട്ടയിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. അവിടെ 61 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സഫ്ദർജംഗ് ഹോസ്പിറ്റൽ ആണ്. എവിടെയാണ് സഫ്ദർജംഗ് ഹോസ്പിറ്റൽ? ന്യൂഡൽഹി അല്ലേ? അതായത് എയിംസ് കണ്ടിട്ടുള്ളവർക്ക് എല്ലാം അറിയാം, എയിംസ് ഡൽഹി കണ്ടിട്ടുള്ളവർക്ക് എല്ലാം അറിയാം എവിടെയാണ് സഫ്ദർജംഗ് ഹോസ്പിറ്റൽ എന്ന്. അതായത് എയിംസിന്റെ വാതിക്കൽ നിന്ന്, ന്യൂഡൽഹി എയിംസിന്റെ വാതിക്കൽ നിന്ന് നോക്കുകയാണെങ്കിൽ റോഡിന്റെ അപ്പുറ സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ആണ് ഈ സഫ്ദർജംഗ് ഹോസ്പിറ്റൽ വരിക. വേക്കൻസീസ് എത്രയാണ്? 56 വേക്കൻസീസ് ആണ് വരിക.
ഡിസ്റ്റൻസ് നോക്കുമ്പോൾ എയർപോർട്ടിൽ നിന്ന് 18 കിലോമീറ്റർ ആണ്, അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 23 കിലോമീറ്റർ ആണ് ഈ സഫ്ദർജംഗ് ഹോസ്പിറ്റലിലേക്ക് വരിക. അടുത്ത് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? എയിംസ് റായ്ബറേലി. എയിംസ് റായ്ബറേലി എവിടെയാണ്? UP ആണ്. എയിംസ് റായ്ബറേലി വരിക. വേക്കൻസീസ് 53 വേക്കൻസീസ് ആണ്. നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് 75 കിലോമീറ്റർ അകലെയുള്ള ലക്നൗ ആണ്. കൂടാതെ റെയിൽവേ സ്റ്റേഷൻ നമുക്ക് അവൈലബിൾ ആണ്. റായ്ബറേലി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, 3 കിലോമീറ്റർ ആണ്. എയിംസ് റായ്ബറേലിയിൽ നിന്ന് റായ്ബറേലി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് വരിക. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എയിംസ് രാജ്കോട്ടാണ്. രാജ്കോട്ട് എവിടെയാണ്? ഗുജറാത്തിലാണ് രാജ്കോട്ട് വരിക. വളരെ നല്ല ഒരു സിറ്റിയാണ്, വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റിയാണ്, ഒരുപാട് നല്ല റോഡ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. വേക്കൻസി വരുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 50 വേക്കൻസിയാണ്. എയർപോർട്ട് വരുന്നത് രാജ്കോട്ട് എയർപോർട്ട് തന്നെയാണ്. 14 കിലോമീറ്റർ ആണ് എയിംസ് രാജ്കോട്ടിൽ നിന്ന് എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരിക. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 43 കിലോമീറ്റർ, അതായത് രാജ്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്കോട്ട് എയിംസിലേക്ക് 43 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരിക. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് എയിംസ് ജോധ്പൂർ ആണ്. എവിടെയാണ് ജോധ്പൂർ വരിക? എയിംസ് ജോധ്പൂർ എവിടെയാണ്? രാജസ്ഥാനാണ് അല്ലെ? രാജസ്ഥാനിലാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 49 വേക്കൻസീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എയർ കണക്ടിവിറ്റി വരുന്നത് നിയറസ്റ്റ് എയർപോർട്ട് ജോധ്പൂർ എയർപോർട്ട് ആണ്. 89 കിലോമീറ്റർ ആണ് റെയിൽവേ സ്റ്റേഷൻ വരിക. 6 കിലോമീറ്റർ ആണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയിംസ് ജോധ്പൂരിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. അടുത്ത നിങ്ങൾ ഈ ഇമേജിൽ കാണുന്നത് പോലെ വളരെ ഭംഗിയായിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു എയിംസ് ആണ് എയിംസ് ഋഷികേശ് എന്ന് പറയുന്നത് കേട്ടോ. എയിംസ് ഋഷികേശ്, എന്റെ പല സ്റ്റുഡൻസും ഒക്കെ അവിടെ പഠിച്ചിട്ടും വർക്ക് ചെയ്തിട്ടും ഒക്കെ ഉണ്ട്. എയിംസ് ഋഷികേശ് അവിടുത്തെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 42 വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയറസ്റ്റ് എയർപോർട്ട് വരുന്നത് ഡെറാഡൂൺ എയർപോർട്ട് ആണ്. വളരെ മനോഹരമായ സ്ഥലമാണ് ഈ ഡെറാഡൂൺ. സോ അവിടെ നിന്ന് 20 കിലോമീറ്റർ ആണ് എയിംസ് ഋഷികേശിലേക്ക് വരുന്ന ദൂരം. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹരിദ്വാർ ആണ്. 20 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരിക. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് എയിംസ് കല്യാണിയാണ്. എവിടെയാണ് കല്യാണി വരിക? അറിയോ? നമ്മുടെ വെസ്റ്റ് ബംഗാളിലാണ് കല്യാണി. അതായത് എനിക്ക് തോന്നുന്നു കൽക്കട്ടയിൽ നിന്ന് ഏകദേശം 40-50 കിലോമീറ്റർ, 40 കിലോമീറ്ററോളം കൽക്കട്ടയിൽ നിന്നുണ്ട് കേട്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ആണ് വരിക. എയർപോർട്ടിൽ നിന്ന് ഏകദേശം 37 കിലോമീറ്റർ ആണ് ഈ എയിംസ് കല്യാണിലേക്ക് വരിക. അവിടുത്തെ വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 42 വേക്കൻസീസ് ആണ്. നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് നമുക്ക് കേരളത്തിൽ നിന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിൽ, ഈ താഴെ കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നോക്കുമ്പോൾ ഏറ്റവും മുകളിലുള്ള, അതായത് ഏറ്റവും ദൂരം കൂടിയ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എത്തിപ്പെടാൻ ഏറ്റവും ദൂരം കൂടുതലുള്ള എയിംസ് ആണ്. എന്താണ്? എയിംസ് വിജയ്പൂർ. അതെവിടെയാണ്? എയിംസ് വിജയ്പൂർ വരിക ജമ്മുവിലാണ്. അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി, ജമ്മു അറിയാം അല്ലെ? ജമ്മു കാശ്മീർ ഒക്കെ അറിയാം നമുക്ക്. വളരെ മനോഹരമായ സ്ഥലമാണ്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 41 വേക്കൻസീസ് ആണ്. എയർപോർട്ട്, നിയറസ്റ്റ് എയർപോർട്ട് ജമ്മു എയർപോർട്ട് ആണ്. 36 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരിക. റെയിൽവേ സ്റ്റേഷൻ ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ ആണ്. 24 കിലോമീറ്റർ ആണ് എയിംസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരിക. അപ്പൊ നമുക്ക് ഒരു ട്രെയിൻ അവൈലബിൾ ആണ്. അതായത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ദൂരം കൂടുതൽ ഓടുന്ന ട്രെയിൻ ആണല്ലേ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് ജമ്മു താവി വരെ പോകുന്ന ജമ്മു താവി എക്സ്പ്രസ് അവൈലബിൾ ആണ് ട്രെയിൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ട്രെയിൻ നിങ്ങളുടെ അവയർനെസ്സിന് വേണ്ടി പറയുന്നതാണ്. നിങ്ങളൊക്കെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്ലൈറ്റിലേ പോകത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എയിംസ് മംഗളഗിരിയാണ്. അതായത് ഇപ്പോൾ ഫങ്ഷണൽ ആയിട്ടുള്ള, നമുക്ക് കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു എയിംസ് ആണ് എയിംസ് മംഗളഗിരി. എയിംസ് മധുരയുണ്ട്, പക്ഷേ എയിംസ് മധുരയുടെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊന്നും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് നമുക്ക് സമീപ ഭാവിയിൽ പ്രതീക്ഷിക്കാം. നിങ്ങൾ തന്നെ ഇവിടെ നോക്കിക്കോളൂ. നമ്മുടെ കേരളത്തിൽ നിന്ന് എയിംസ് മംഗളഗിരി എത്തിപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട. അതായത് തിരുവനന്തപുരത്ത് നിന്ന് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 23 മണിക്കൂർ മതി ട്രെയിനിൽ പോകാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള എക്സ്പ്രസ് ഒക്കെ നമ്മുടെ ആന്ധ്ര വഴിയാണ് പോകുന്നത്. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ഒക്കെ വരുന്നത് വിജയവാഡയാണ് കേട്ടോ. വിജയവാഡയാണ്. നമുക്ക് കണ്ട ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരം പോയാൽ മതി എയിംസ് മംഗളഗിരി. അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസീസ് 202 വേക്കൻസീസ് ആണ്. ഈ എയിംസ് മംഗളഗിരിക്ക് ഞാൻ പോയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് വളരെ നമുക്ക് നമ്മുടെ കാലാവസ്ഥയുമായിട്ട് നമ്മുടെ ഭൂപ്രകൃതിയുമായിട്ടൊക്കെ ഒത്തിരി അടുത്തു വരുന്ന ഒരു സ്ഥലമാണ് ഈ മംഗളഗിരി എന്ന് പറയുന്നത്. എയർപോർട്ട് ബൈ എയർ എയർപോർട്ട് വരിക വിജയവാഡയാണ്. 14 കിലോമീറ്റർ ആണ് എയിംസ് മംഗളഗിരിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരിക. റെയിൽവേ സ്റ്റേഷൻ വരിക വിജയവാഡ റെയിൽവേ സ്റ്റേഷൻ ആണ്. ഏകദേശം 30 കിലോമീറ്റർ ആണ് മംഗളഗിരിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ദൂരം. നെക്സ്റ്റ് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എയിംസ് ആണ് കേട്ടോ. കാരണം ഞാൻ ഏകദേശം ഒരു 6.5 വർഷത്തോളം പഠിപ്പിച്ചിരുന്ന എയിംസ് ആണ് ഈ എയിംസ് ഭുവനേശ്വർ എന്ന് പറയുന്നത്. വളരെ നല്ല സ്ഥലമാണ്. ഞാൻ നേരത്തെ മംഗളഗിരി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കേരളം എന്നേ തോന്നത്തുള്ളൂ. ഒരുപാട് മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് എയിംസ് ഭുവനേശ്വർ. എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ, സ്റ്റുഡൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് എയിംസ് ഭുവനേശ്വർ. വളരെ നല്ല സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്
37 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോ ആക്ച്വലി കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഭുവനേശ്വറിന് അവൈലബിൾ ആണ്. ഞാനൊക്കെ പോയിരുന്നത് ലേ ഓഫ് എടുത്തിട്ടാണ്. ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ കൽക്കട്ട വഴി ട്രിവാൻഡ്രം ആണെങ്കിൽ ബാംഗ്ലൂർ വഴിയോ ചെന്നൈ വഴിയോ ഒക്കെയാണ് മിക്കവാറും പോവുക ഫ്ലൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഷാലിമാർ എക്സ്പ്രസ് ഒക്കെ ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് പോവുക കേട്ടോ. അപ്പം 2 ദിവസത്തെ യാത്രയെ നമുക്ക് ഭുവനേശ്വറിലേക്ക് ഉണ്ട്. വേക്കൻസീസ് വരിക 37 വേക്കൻസീസ് ആണ്. നിയറസ്റ്റ് എയർപോർട്ട് ഭുവനേശ്വർ ബിജു പട്നായക് ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. 12 കിലോമീറ്റർ ആണ് എയിംസിൽ നിന്ന് വരുന്ന ഡിസ്റ്റൻസ്. 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾ എയിംസിൽ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും ഈ എയർപോർട്ട് ആണെങ്കിലും എത്തും കേട്ടോ. ഞാൻ സാധാരണ വളരെ ഫ്രീക്വന്റ് ആയിട്ട് യാത്ര ചെയ്തിരുന്ന സ്ഥലമാണ്. 30 മിനിറ്റ്, അരമണിക്കൂർ കൊണ്ട് എത്തും. നമ്മുടെ ഇതുപോലെ ട്രിവാൻഡ്രം ഒക്കെ പോലെ എന്താണ് വളരെ കൺജഷൻ ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. 30 ഏകദേശം അരമണിക്കൂർ കൊണ്ട് എയർപോർട്ട് ആണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും നമുക്ക് എയിംസ് ഭുവനേശ്വറിൽ നിന്ന് എത്തിപ്പെടാനായിട്ട് കഴിയും. കൂടാതെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയിംസ് ഭുവനേശ്വറിലേക്കുള്ള ഡിസ്റ്റൻസ് വരിക 11 കിലോമീറ്റർ ആണ്. അവിടുത്തെ വേക്കൻസീസ് മറക്കണ്ട, 37 വേക്കൻസീസ്. അടുത്തതായിട്ട് വരുന്നത് NITRD. എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് TB ആൻഡ് റെസ്പിറേറ്ററി ഡിസീസസ് ആണ്. ഇത് വരുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 11 വേക്കൻസീസ് ആണ്. എയർപോർട്ടിൽ ന്യൂഡൽഹി എയർപോർട്ടിൽ നിന്ന് 19 കിലോമീറ്റർ ആണ് വരിക. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരിക. കൂടാതെ അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് CIP റാഞ്ചി. എന്താണ് CIP? സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി കേട്ടോ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്യാട്രി റാഞ്ചി ആണ്. അത് ജാർഖണ്ഡിലാണ് വരിക. വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3 വേക്കൻസീസ് ആണ് CIP റാഞ്ചിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് AIIPMR, അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, മുംബൈ കേട്ടോ. മുംബൈയിൽ വരുന്ന ഓൾ ഇന്ത്യ, നമ്മൾ എയിംസ് പോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് മുംബൈ. അവിടെ വരുന്ന വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 8 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എയിംസ് ബിലാസ്പൂർ. എയിംസ് ബിലാസ്പൂർ എവിടെയാണ്? വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ്. ഹിമാചൽ പ്രദേശിലാണ് വരിക. വേക്കൻസീസ് 5 ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയറസ്റ്റ് എയർപോർട്ട് വരിക ചണ്ഡീഗഡ് ആണ്. 126 കിലോമീറ്റർ ഉണ്ട്. ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ 115ഓളം കിലോമീറ്റർ എയിംസ് ബിലാസ്പൂരിലേക്ക് ഉണ്ട്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ എന്താണ് ഈ നോട്ട്സെറ്റ് 8 പറഞ്ഞിരിക്കുന്ന നോട്ടിഫൈ ചെയ്തിരിക്കുന്ന വേക്കൻസീസ്. കൂടാതെ നമ്മൾ അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. ആക്ച്വലി നമ്മുടെ എയിംസ് എന്ന് പറയുന്ന സ്ഥാപനം ഫോം ചെയ്തത് പല ഡിഫറെന്റ് ഫേസസിലേക്കാണ്. ആദ്യം നമുക്ക് എയിംസ് ന്യൂഡൽഹി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് PMSSY, അതായത് പ്രധാൻ മന്ത്രി സ്വസ്തി സുരക്ഷാ യോജന, അതിന്റെ ആ സ്കീമിന്റെ അണ്ടറിൽ വന്നതാണ് ബാക്കിയുള്ള പുതിയ എയിംസ് ഒക്കെ. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സൗകര്യം പോലെ, അതായത് നിങ്ങളുടെ ഒക്കെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ എവിടെ ജോയിൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാൻ. കാരണം നമുക്ക് ആക്ച്വലി ഓപ്റ്റ് ചെയ്യാം. ഇതിന്റെ ഇപ്പൊ നമ്മൾ ഇത്രയും വേക്കൻസി ഇത്രയും സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ റാങ്ക് അനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ എയിംസിലേക്കും നമ്മുടെ പോസ്റ്റിംഗ് വരിക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികളൊക്കെ മിക്കവാറും ഓപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എയിംസ് മംഗളഗിരിയോ അല്ലെങ്കിൽ എയിംസ് ഭുവനേശ്വരോ ഒക്കെ ആയിരിക്കും. കാരണം നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും കണക്ടിവിറ്റി വരിക ഈ എയിംസ് മംഗളഗിരിയും എയിംസ് ഭുവനേശ്വറും ഒക്കെ ആയിരിക്കും അല്ലെ. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന് നമുക്ക് കണക്ടിവിറ്റി വരിക ഈ പറഞ്ഞ മംഗളഗിരിയും ഈ പറഞ്ഞ ഭുവനേശ്വറും അല്ലെങ്കിൽ റായ്പൂരും ഒക്കെ ആയിരിക്കും കണക്ടിവിറ്റി വരിക. അപ്പോ ഇത് നമ്മൾ എവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുക നമ്മുടെ റാങ്കിലൂടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുകളിലേക്ക് അല്ലെങ്കിൽ ടോപ്പിലേക്കുള്ള റാങ്കിലേക്ക് വരത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മുടെ പോസ്റ്റിംഗ് ലഭിക്കത്തുള്ളൂ. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും പുതിയ എയിംസിലേക്കാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ, അതായത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത എയിംസിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ കുറച്ചുകൂടെ പെട്ടെന്ന് വരും. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ജോയിൻ ചെയ്യുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 2 ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം കഴിയുമ്പോൾ നഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് 1ലേക്കുള്ള പ്രൊമോഷൻ ആകേണ്ടതാണ്. പക്ഷേ വേക്കൻസീസ് നോക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി പഴയ എയിംസ് അല്ലെങ്കിൽ ഓൾഡ് എയിംസിലെ ഒരുപാട് സ്റ്റാഫ് ഒക്കെ ഉള്ള ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം? നമുക്ക് ഈ പ്രൊമോഷനുള്ള സാധ്യത കുറയും, അല്ലെങ്കിൽ പ്രൊമോഷന് കുറച്ചുകൂടെ കാലതാമസം നേരിടേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതേസമയം പുതിയ എയിംസിൽ റീസെന്റ് സ്റ്റാർട്ട് ചെയ്ത എയിംസിലാണെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് വർക്കിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. കാരണം കാര്യങ്ങളൊക്കെ ഒരു സ്ട്രക്ചേർഡ് ആയി വരുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സെറ്റിലൊക്കെ ചെയ്യേണ്ടി വരും. എങ്കിലും നമ്മുടെ പ്രൊമോഷന് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പെട്ടെന്ന് നടക്കും നമ്മൾ പുതിയ എയിംസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു കാര്യം കൂടെ ഓർത്തിട്ട് വേണം നിങ്ങൾ ഇങ്ങനെയുള്ള, അതായത് നമുക്ക് ഒന്ന് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, കൂടാതെ നമ്മുടെ കണക്ടിവിറ്റി നോക്കണം, നമ്മുടെ വീട്ടിൽ നിന്ന് പോകാനുള്ള ഡിസ്റ്റൻസ് നോക്കണം. അതുകൂടാതെ തന്നെ ഈ പ്രൊമോഷനുള്ള സാധ്യത ഒക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഓപ്ഷൻസ്, അതായത് ഏത് എയിംസിലേക്ക് ഓപ്റ്റ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുക. ഇത് ഓപ്ഷൻസ് കൊടുത്താൽ മാത്രം പോരാ, വളരെ നന്നായിട്ട് പഠിച്ച് മുകളിലേക്കുള്ള, അതായത് നല്ല റാങ്കുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എയിംസിലേക്ക് അല്ലെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമുക്ക് സെലക്ഷൻ ലഭിക്കുകയുള്ളൂ അല്ലെ. അപ്പം
വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പഠനങ്ങളൊക്കെ നടക്കട്ടെ. നിങ്ങളെ സഹായിക്കാൻ എപ്പോഴും എജുസ് അക്കാഡമി കൂടെയുണ്ട്. നമ്മുടെ നോർസെറ്റ് 8ന്റെ ക്രാഷ് ബാച്ചും കൂടാതെ നോർസെറ്റ് 9ന്റെ ലോങ് ടേം ബാച്ചിന്റെയും അഡ്മിഷൻസ് നമ്മുടെ എജുസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.